ഇന്നൊരു അനുഗ്രഹീത കൂദാശയിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. ഈ മൺസൂൺ കാലത്ത് ഒരു വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിന്റെ ഒരു സന്തോഷം എല്ലാവരുടെയും മുഖത്തുണ്ട്. കാരണം മഴ തോരാതെ പെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാവരും എന്നാലും വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ട് ഈ വിവാഹ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നതിനെ ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. വിവാഹ ശുശ്രൂഷ അത് ദൈവമാണ് പൂർത്തീകരിക്കുന്നത്. പട്ടക്കാരുടെ കൈകൾ കൂടെ അത് നടക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധ റൂഹായാണ് ഈ കൂദാശയെ പൂർത്തീകരിക്കുന്നെന്നുള്ള ഒരു ചിന്തയോടുകൂടി വേണം നാം ഈ ദേവാലയത്തിൽ ആയിരിക്കുവാൻ. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ജസ്റ്റിനും അലീനയും നിങ്ങൾ പുതിയ ഒരു സ്റ്റേറ്റസിലേക്ക് പ്രവേശിക്കുകയാണ്. കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുകയാണ്. ഇത്രയും നാളും നിങ്ങൾ നിങ്ങളുടെ അപ്പന്റെയും അമ്മയുടെയും മകനും മകളുമായിരുന്നു. ഇനി നിങ്ങൾ ഒരു ഭാര്യയും ഒരു ഭർത്താവും, അതിനുശേഷം ഒരു അപ്പനും ഒരു അമ്മയും ഒക്കെ ദൈവം അനുഗ്രഹിക്കുന്ന പോലെ നിങ്ങൾ ആകും. ആ അവസരത്തിൽ വളരെ സ്നേഹത്തോടും മെച്യൂറായിട്ടും കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. അതിനു വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ്. അത് നിങ്ങളെ പ്രാർത്ഥിച്ച് അതിലേക്ക് ഞങ്ങൾ കൈപിടിച്ച് നടത്തുകയാണ്. മാന്നാറ് പോലെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് ജയിച്ചാന്റെയും ടീച്ചറുടെയും മകളായിട്ട് വന്ന രാമങ്കലത്തേക്ക് ജസ്റ്റിന്റെ ഭവനത്തിലേക്ക് അലീന കടന്നു വരുമ്പോൾ അലീനയെ അവിടെ വളരെ കംഫർട്ടബിൾ ആക്കേണ്ട ഉത്തരവാദിത്വം ജസ്റ്റിനും കുടുംബത്തിനുമുണ്ട്. അത് നമ്മളറിയാം. ഒരു ട്രീ, വളരെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു ട്രീ, അത് പറിച്ച് വേറൊരു സ്ഥലത്തേക്ക് നടുമ്പോൾ അതിന് വേണ്ട സ്പെഷ്യൽ കെയർ കൊടുക്കണം. അതവിടെ സെറ്റിൽ ആവാനും അതിന്റെ വേരുറക്കത്തക്ക രീതിയിൽ അതിനെ പരിപാലിക്കേണ്ട ഉത്തരവാദിത്വം ജസ്റ്റിന്റെയും കുടുംബത്തിന്റെയും ആണെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ വർത്തിക്കുവാൻ ദൈവം നിങ്ങളെ ഇടയാക്കട്ടെ. ചുരുങ്ങിയ വാക്കുകളിൽ 3 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വിവാഹ ആശംസ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഒരു വിവാഹ ജീവിതത്തിൽ പരസ്പരം സ്നേഹം വേണം. സ്നേഹമില്ലാതെ നമുക്ക് ജീവിക്കുവാൻ സാധിക്കുകയില്ല. ആ സ്നേഹത്തിന് 3 ഡിഫറെന്റ് ആഡ്ജക്റ്റീവ്സ് ഉപയോഗിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി, നിങ്ങൾ തമ്മിൽ അൺകണ്ടീഷണൽ ലവ് ഉണ്ടാവണം. അതായത് ഉപാധികളില്ലാത്ത സ്നേഹം. അതായത് ഇച്ചിരി വിശദീകരിച്ചാൽ, ഒരു കണ്ടീഷനും നിങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിന് ആപ്ലിക്കബിൾ ആവരുത്. പരിപൂർണമായി സ്നേഹിക്കുവാൻ. ജസ്റ്റിന് എനിക്ക് എന്തെങ്കിലും പർട്ടിക്കുലർ ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കി അല്ലെ അത് ഫുൾഫിൽ ചെയ്താലേ എനിക്ക് ജസ്റ്റിനോട് സ്നേഹം വരുവുള്ളെന്നോ, അല്ലെങ്കിൽ അലീന ഇന്ന പോലെ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ പ്രവർത്തിച്ചാലേ അലീനയെ ഞാൻ സ്നേഹിക്കുകയുള്ളൂ എന്നല്ല. വിത്തൗട്ട് എനി കണ്ടീഷൻ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവാൻ തയ്യാറാവണം. രണ്ടാമതായിട്ട്, സാക്രിഫിഷ്യൽ ലവ്. അൺകണ്ടീഷണൽ ലവ്, അവിടെ കണ്ടീഷൻ ഇല്ല. എന്നാൽ രണ്ടാമതായിട്ടുള്ള ആ വാക്കിൽ ഇച്ചിരി കടുപ്പമാണ്. സാക്രിഫൈസ്. ഒരാള് മറ്റൊരാൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ ഇന്നു മുതൽ തയ്യാറാവണം. എന്താണ് ഈ സാക്രിഫൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അലീനയുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വളർന്ന് പ്രായപൂർത്തിയായി, ജസ്റ്റിന്റെ ജീവിത സാഹചര്യങ്ങൾ വളർന്ന് പ്രായപൂർത്തിയായി. നിങ്ങളുടെ രണ്ടുപേരുടെയും കംഫർട്ട് സോണിലാണ് നിങ്ങൾ ഇത്രയും നാളും ജീവിച്ചത്. ആ കംഫർട്ട് സോൺ മാറ്റപ്പെടുകയാണ്. അലീന ജസ്റ്റിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പല വിട്ടുവീഴ്ചകളും, അതായത് സാക്രിഫൈസസ്. ഞാൻ ഇങ്ങനെ ആയിരുന്നു, ഞാൻ ഇങ്ങനെ ആയിരിക്കൂ എന്നിനിയും പിടിവാശി കാണിക്കരുത്. സാക്രിഫൈസസ് ഉണ്ടാവണം. അലീനെ അതുപോലെ തന്നെ, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ മാറത്തില്ല എന്ന് വാശി പിടിക്കരുത്. ഒരു കുടുംബജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ സാക്രിഫൈസസിന് ഇടയുണ്ട്. നിങ്ങൾ തമ്മിൽ ആ സ്നേഹത്തിൽ ഉള്ള ഒരു സാക്രിഫൈസ്. കുർബാനയെ കുറിച്ച് തന്നെ നമ്മൾ പറയുന്നത് ഹോളി കുർബാന ഇസ് ദ ഗ്രേറ്റസ്റ്റ് സാക്രിഫൈസ് എന്നാണ്. കർത്താവ് തന്റെ ജീവൻ നമുക്ക് വേണ്ടി ദാനമായി നൽകി. അതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹത്തില് വിട്ടുവീഴ്ചകളോടുകൂടി പരസ്പരം സാക്രിഫൈസ് ചെയ്ത്, രണ്ടുപേരും ഒരാളേക്കാൾ താഴെയോ ഒരാളേക്കാൾ മുകളിലോ അല്ല, ഈക്വൽ സ്റ്റേറ്റസ് ആണെന്നുള്ള ഓർമ്മയോടുകൂടി ജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം. ഞാൻ ഒന്നാമതായിട്ട് ഓർമ്മിപ്പിച്ചു, യു ഷുഡ് ഹാവ് അൺകണ്ടീഷണൽ ലവ്. രണ്ടാമത്, യു ഷുഡ് ഹാവ് സാക്രിഫിഷ്യൽ ലവ്. അവസാനമായി നിങ്ങൾക്കുണ്ടാവേണ്ട, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ക്വാളിറ്റി, അൺഎൻഡിങ് ലവ്. ഒരിക്കലും വറ്റിപ്പോവാത്ത, തീർന്നു പോകാത്ത സ്നേഹം നിങ്ങൾ ഇരുവരും തമ്മിൽ ഉണ്ടാവണം. അതെങ്ങനെയാണ് ഈ അൺഎൻഡിങ് ലവ്? നിങ്ങളിപ്പം നിങ്ങളുടെ പ്രൈം യൂത്തിലാണ്.
ഓരോ വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രായം കൂടും, മുടി നരയ്ക്കും. കോറപ്പിസ്കോപ്പ് അച്ഛൻ ഇവിടെ ഉണ്ട്, മുടി എല്ലാം നരച്ചു. ചെറുപ്പം തൊട്ടേ ഞങ്ങൾ കാണുന്നവരാണ്. അപ്പം പ്രായം മുമ്പോട്ട് പോയാലും മുടി നരച്ചാലും വണ്ണം കൂടിയാലും വണ്ണം കുറഞ്ഞാലും നിങ്ങൾ തമ്മിൽ ഒരു അൺഎൻഡിങ് ലവ് ഉണ്ടാവണം. അത് ഈ ഫിസിക്കൽ ലവ് എന്നതുകൊണ്ട് മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ജീവിത അവസാനം വരെയും നിങ്ങൾ ആയിരിക്കുന്ന അതേ സ്നേഹത്തിൽ തുടരുവാൻ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് അതിന് ശക്തി നൽകട്ടെ എന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. അവസാനമായി നിങ്ങൾ തമ്മിൽ ഈ അൺഎൻഡിങ് ലവ്, സാക്രിഫിഷ്യൽ ലവ്, അൺകണ്ടീഷണൽ ലവ് ഇതൊക്കെ വന്നതിന് ശേഷം ദൈവത്തിൽ നിന്നുള്ള സമ്മാനമായി നിങ്ങളുടെ ഉദരഫലവും അനുഗ്രഹിക്കപ്പെടട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അത് അലീനയെ കുറിച്ചാണ്. ജസ്റ്റിനും അത് ജസ്റ്റിൻ്റെതായ റോളുണ്ട്. നിങ്ങൾ പേരൻസ് ആവും. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ പ്രൊക്രിയേഷൻ അല്ലെങ്കിൽ ഈ ലോകത്തിലെ സൃഷ്ടികർമ്മത്തില് പങ്കാളികളാവാൻ ദൈവം നിങ്ങൾക്ക് അവസരം തരുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം തരുന്ന സമ്മാനമാണ് കുഞ്ഞുങ്ങൾ എന്നുള്ള ബോധ്യത്തോടുകൂടി ദൈവം ആ സമ്മാനം നിങ്ങൾക്ക് എപ്പോൾ തരാൻ ആഗ്രഹിക്കുന്നു ആ അവസരത്തില് ദൈവഹിതമായാൽ അതിനെ സ്വീകരിക്കുന്നതിനും അതിൽ സന്തോഷത്തോടുകൂടി അപ്പന്റെ അമ്മയുടെയും സ്റ്റേറ്റസിലേക്കൊക്കെ കടന്നു വരുന്നതിനും നിങ്ങൾ മനസ്സുകൊണ്ട് ഒരുങ്ങണം. അതിനും ദൈവം നിങ്ങളെ സജ്ജരാക്കട്ടെ എന്ന് ഈ എല്ലാ സഹോദര വൈദികർക്ക് വേണ്ടിയും കോർപ്പിസ്കോപ്പ അച്ഛന് വേണ്ടിയും പ്രത്യേകമായി ഈ അവസരത്തിൽ ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. ഈ കുടുംബ ജീവിതം ഏറ്റവും അനുഗ്രഹപ്രദമായിട്ട് തീരട്ടെ. ദൈവം നിങ്ങളുടെ ഇടയിൽ മധ്യസ്ഥനായിരുന്ന് നിങ്ങളെ വഴി നടത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാവരുടെയും വിവാഹ ആശംസകൾ, വൈദികരുടെയും കടന്നു വന്നിരിക്കുന്നവരുടെയും ഒക്കെ വിവാഹ ആശംസകൾ നിങ്ങളെ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.